ഹായ് ഫ്രണ്ട്സ്, സോഫിയാസ് ഫാമിലി ടിപ്സിലേക്ക് സ്വാഗതം. ഞാനിന്ന് റവ കൊണ്ടുള്ള ഒരു മിഠായിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. നല്ല സ്വാദിഷ്ടമാണ്. എളുപ്പം കുറച്ച് സാധനങ്ങൾ കൊണ്ട് നമുക്ക് സ്വാദിഷ്ടമായ ഒരു മിഠായി തയ്യാറാക്കാം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ നെയ്യ് ഉപയോഗിക്കാം, ഡാൽഡ ഉപയോഗിക്കാം. ഞാൻ നെയ്യാണ് ഉപയോഗിക്കുന്നത്. 2 സ്പൂൺ നെയ്യ് ഇതിലേക്ക് ഒഴിക്കണം. അത് നെയ്യ് വേണമെങ്കിൽ നമുക്ക് ഡാൽഡ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഏതാണ് നമുക്ക് സൗകര്യമുള്ള അതനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം. 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് നെയ്യൊന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് റവ അതിലേക്ക് നമ്മൾ ഇടുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. വറുത്ത് പോവാതെ നല്ല ചുമന്ന് വരത്തക്ക രീതിയിൽ ഒന്ന് വറുത്തെടുക്കണം. ശ്രദ്ധിക്കുക. ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര പൊടിക്കാതെയും ചേർക്കാം, പൊടിച്ചും ചേർക്കാം. ഇത് പൊടിച്ചെടുത്തതാണ്, നമ്മൾ അതിലേക്ക് ഇടുന്നുണ്ട്. ഇത് മധുരം അനുസരിച്ച് നമുക്ക് പഞ്ചസാര ഉപയോഗിക്കാവുന്നതാണ്. പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. ഈ സമയത്ത് നമ്മൾ സ്കൂളിൽ പോകാതിരിക്കുന്ന സമയത്തൊക്കെ പിള്ളേർക്ക് വൈകുന്നേരങ്ങളിലും അല്ലാത്ത സമയങ്ങളിലും നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിനി ഒരു ഗ്ലാസ് പാല് കട്ടി വരെയാണെങ്കിൽ നമുക്ക് പാല് വീണ്ടും ചേർക്കാം. മൊത്തം പാലൊന്ന് വറ്റി നല്ല കട്ടയാവുന്നു. സ്റ്റവ് ഓഫായിട്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ചപ്പാത്തി കുഴക്കും പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഈ മാവ് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ചപ്പാത്തിയുടെ പരുവം പോലെ ആയിട്ടുണ്ട്. ഈ കയ്യിലൊട്ടുന്നില്ല, നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നത്. ഇതിന് നമ്മൾ ചെറിയ ഉരുളയായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്ത് ഇത് കയ്യിൽ വെച്ച് നല്ല പ്രസ് ചെയ്ത് ഇതേപോലെ എടുക്കണം. ഇതുപോലെ എടുത്തതിന് ശേഷം കൈ കൊണ്ട് തന്നെ നമ്മൾ ഇതേപോലെ ആക്കി എടുക്കണം. ഇതുപോലെ നമ്മൾ ഈ മാവ് മൊത്തം ഇതേപോലെ ആക്കി എടുക്കണം. പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മളിനി എണ്ണയിലിട്ട് പൊരിച്ചെടുക്കണം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് പൊരിച്ചെടുക്കാം. കരിയാതൊന്ന് ശ്രദ്ധിക്കണം. നമ്മളത് മറിച്ചിടേണ്ടതാണ്. റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരിയെടുക്കാം. തയ്യാറാക്കിയത് എണ്ണയിൽ പൊരിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതിൽ നമ്മൾ ഒരു ചെറിയ ഗ്ലാസ് പഞ്ചസാര
പഞ്ചസാര നമ്മളിതൊന്ന് ലയിപ്പിച്ചെടുക്കണം. അതിലേക്ക് ഫുഡ് കളർ, നമുക്കിഷ്ടമുള്ള കളർ ചേർക്കാം. ഞാൻ ചുവന്ന കളറാണ് ചേർത്ത് വയ്ക്കുന്നത്. മഞ്ഞ കളറോ നമ്മളുടേതായ മനസ്സിനനുസരിച്ചുള്ള കളർ നമുക്ക് ചേർക്കാം. പഞ്ചസാര നല്ലതുപോലെ ഒന്ന് അലിഞ്ഞു വരണം. നമ്മൾ ഈ ലായനിയിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അത് ഇതിലേക്ക് ഇടാം. ഈ സൂചി മിഠായി നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. ഇനിയും നിങ്ങൾ ചെയ്യാൻ മടിക്കരുത്. ഇത് നല്ല രീതിയിൽ ചെയ്ത് മക്കൾക്ക് കൊടുക്കുക. വളരെ സ്വാദിഷ്ടമായൊരു മിഠായി ആയതുകൊണ്ട് കഴിക്കാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന സാധനമാണ്. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കി എനിക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.